മലയാള സിനിമയുടെ രണ്ട് പ്രധാന വാതിലുകളിലൊന്ന്. പത്മശ്രീ ഭരത്, ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ 1960 മെയ് 21 വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ജനിച്ചു. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം. മികച്ച സുഹൃത്ത് വലയം അദ്ദേഹത്തെ പിന്നീട് ഉന്നതങ്ങളിലെത്തിക്കുകയായിരുന്നു. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും 70-ൽ പരം മറ്റ് അവാർഡുകളും കരസ്ഥമാക്കിയ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ. 44 വർഷം നീണ്ട നടന വിസ്മയം. 1980-ലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു മോഹൻലാൽ എന്ന സാധാരണ മനുഷ്യനെ നടൻ എന്നതിലേക്ക് ഉയർത്തിയ ആദ്യ ചുവടുവയ്പ്. അതിലെ നരേന്ദ്രൻ എന്ന കഥാപാത്രം വില്ലനായി അരങ്ങേറുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളക്കരയ്ക്ക് ഒരു വിസ്മയം പിറക്കുകയായിരുന്നു. 1981-ൽ 8 സിനിമകളിൽ വേഷമിടുകയും 1982-ൽ 14 സിനിമകൾ പുറത്തിറങ്ങുകയും ചെയ്തു. അവയിൽ പടയോട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസിറ്റീവ് വേഷവും മമ്മൂട്ടിയുമായുള്ള ആദ്യ സഹകരണവും. 1983-ൽ 26 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത്. 1984-ൽ 25 സിനിമകളും പുറത്തിറങ്ങി. അവയിൽ ഇതാ ഇന്നു മുതൽ എന്ന സിനിമയിൽ അതിഥി വേഷമായിരുന്നു. 1985-ൽ അരംപ്ലസരം കിന്നരം, ബോയിങ് ബോയ് എന്നിവ ഉൾപ്പെടെ 25 സിനിമകളും 1986-ൽ നിന്നിഷ്ടം എന്നിഷ്ടം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, പഞ്ചാഗ്നി, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി.പി. ബാലഗോപാലൻ എം.എ., ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, രാജാവിൻ്റെ മകൻ, സുഖമോ ദേവി, താളവട്ടം എന്നിവ ഉൾപ്പെടുന്ന 34 സിനിമകളും പുറത്തുവന്നു. ഇവയിൽ നിന്നിഷ്ടം എന്നിഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ 100ാമത്തെ സിനിമ. ടി.പി. ബാലഗോപാലൻ എം.എ. അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. കൂടാതെ മലയാളി മനസ്സിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരിടം ലഭിക്കുകയും ചെയ്തു. 1987-ൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നിച്ചഭിനയിച്ച ആദ്യ ചിത്രമായ മനു അങ്കിൾ, വെള്ളാനകളുടെ നാട്, ആര്യൻ, പട്ടണപ്രവേശം, ചിത്രം എന്നിവ ഉൾപ്പെടെ 12 സിനിമകളും 1989-ൽ വരവേൽപ്പ്, നാടുവാഴികൾ, ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക പരാമർശം നേടിയ കിരീടം, വന്ദനം, അധിപൻ, ദശരഥം പോലുള്ള 10 സിനിമകളും രംഗത്തെത്തി. 1990-ൽ എ ഓട്ടോ, അക്കരെ അക്കരെ അക്കരെ, നമ്പർ 20, മദ്രാസ് മെയിൽ, ഹിസ് ഹൈനസ് അബ്ദുള്ള, അപ്പു, ലാൽ സലാം തുടങ്ങിയ സിനിമകളും 1991-ൽ ധനം, മികച്ച നടനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ഭരതം, കിലുക്കം, ഉള്ളടക്കം, അഭിമന്യു തുടങ്ങിയ 9 സിനിമകളും 1992-ൽ സതയം, കമലദളം, യോധ, വിയറ്റ്നാം കോളനി പോലുള്ള 9 സിനിമകളും 1993-ൽ മിഥുനം, ദേവാസുരം, മായാമയൂരം, ചെങ്കോൽ, 200ാമത്തെ സിനിമയായ ഗാന്ധർവം, മൺചിത്രത്താഴ് തുടങ്ങിയ 8 സിനിമകളും പുറത്തെത്തി. 1994-ൽ പവിത്രം, തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം തുടങ്ങിയ 5 സിനിമകളും 1995 സ്ഫടികം, അഗ്നിദേവൻ തുടങ്ങിയ 5 സിനിമകളും മലയാളികൾക്കായി വിരുന്നെത്തി. 1996-ൽ കാലാപാനി, പ്രിൻസ് എന്നീ സിനിമകളാണ് റിലീസ് ചെയ്തത്. 1997-ൽ ഗുരു, ചന്ദ്രലേഖ, ആറാം തമ്പുരാൻ തുടങ്ങിയ 5 സിനിമകൾ ഉണ്ടായി. കന്മദം, ഹരികൃഷ്ണൻസ്, അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ 5 സിനിമകൾ 1998-ലും, ഉസ്താദ്, ഒളിമ്പ്യൻ അന്തോണി ആദം, മികച്ച നടനുള്ള 2ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ വാനപ്രസ്ഥം എന്നീ സിനിമകൾ 1999-ലും പുറത്തിറങ്ങി. 2000-ൽ നരസിംഹം, ദേവദൂതൻ തുടങ്ങിയ 4 സിനിമകളും, 2001-ൽ രാവണപ്രഭു, പ്രജ തുടങ്ങിയ 5 സിനിമകളും, 2002-ൽ ഒന്നാമൻ, താണ്ഡവം, ചതുരംഗം എന്നീ സിനിമകളും, 2003-ൽ മിസ്റ്റർ ബ്രഹ്മചാരി, കിളിച്ചുണ്ടൻ മാമ്പഴം, ബാലേട്ടൻ തുടങ്ങിയ സിനിമകളും റിലീസ് ചെയ്തു. 1978-ൽ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം റിലീസ് മാറ്റിവെക്കപ്പെട്ട തിരനോട്ടം പ്രദർശനത്തിനൊരുങ്ങിയത് 2003-ൽ തന്നെയായിരുന്നു. പിന്നീട് 2004 മുതൽ 2011 വരെ 47 സിനിമകളാണ് തിയേറ്ററുകളിലെത്തിയത്. 300ാമത്തെ സിനിമയായ സ്നേഹവീട് 2011-ൽ റിലീസായി. പിന്നീട് 2012 മുതൽ 2023 വരെ 42 സിനിമകളിൽ മികച്ച വേഷം കൈകാര്യം ചെയ്തു. 2024-ൽ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെട്ടു. മറ്റ് 4 സിനിമകൾ റിലീസ് പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. 2025-ൽ 2 സിനിമകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു.
MGRനെ അവതരിപ്പിക്കപ്പെട്ട 1997 തമിഴിൽ പുറത്തിറങ്ങിയ ഇരുവർ, 2002 ഹിന്ദിയിൽ പുറത്തിറങ്ങിയ കമ്പനി, 2016 തെലുങ്കിൽ പുറത്തിറങ്ങിയ ജനതാ ഗാരേജ്, 2009 തമിഴിൽ റിലീസ് ചെയ്യപ്പെട്ട ഉന്നൈപോൽ ഒരുവൻ, 2014 ജില്ല, 2016 തെലുങ്കിലെ മനമന്ത, 2012 ടെസ്, 2015 മൈത്രി, 2003 പോപ്കോൺ, 2007 ആഗ്, 2019 കാപ്പാൻ, 2023 ജയിലർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ അന്യഭാഷാ ചിത്രങ്ങളാണ്. വില്ലനായി മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ആഞ്ഞുകയറുകയും അവിടെ കൂടൊരുക്കി താമസിച്ച് ചിരിപ്പിച്ച് കരയിച്ച് കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് ചടുലമായ നൃത്തച്ചുവടുകളും ഭാവാഭിനയവും കാഴ്ചവെച്ച് പിന്നണി ഗായകരെ തൻ്റെ ലിപ്സിംഗ് കൊണ്ട് തോൽപ്പിച്ച് എളിമയോടെ ഇടംതോള് ചരിച്ച് ഇന്നും കേരളക്കരയിൽ തൻ്റെ നടനം തുടരുകയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. പ്രിയപ്പെട്ട ലാലേട്ടന് 1000 പിറന്നാൾ ആശംസകൾ. മലയാള സിനിമയുടെ 2 പ്രധാന വാതിലുകളിലും പത്മശ്രീ, ഭാരത്, ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ, ഡോക്ടർ മോഹൻ